പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലത്ത് പള്ളത്ത് നിവാസികളുടെ ദുരിതത്തിന് അറുതിയില്ല. റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം അനിശ്ചിതത്വത്തിൽ. ഒറ്റപ്പാലം പള്ളത്ത് നിവാസികളുടെ ദുരിതത്തിന് അറുതിയില്ല. റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം അനിശ്ചിതത്വത്തിൽ. ഒറ്റപ്പാലം നഗരസഭയിലെ പള്ളത്ത് പ്രദേശത്തെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ നവീകരണം കുടിശ്ശിക തുക സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് അനിശ്ചിതത്തിലായിരിക്കുകയാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തുക നഗരസഭ റെയിൽവേക്ക് അടച്ചു തീർക്കാത്തതിനാൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പള്ളത്ത് ഭാഗത്തേക്കുള്ള റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ദിവസേന യാത്ര ചെയ്യേണ്ടി വരുന്നത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഈ വികസന പ്രവർത്തനങ്ങൾ സ്റ്റേഷൻ പരിസരത്ത് മാത്രമായി ഒതുങ്ങുകയും പള്ളത്ത് ഭാഗത്തേക്കുള്ള റോഡിനെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്തതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാന വഴിയായിട്ടും പള്ളത്ത് ഭാഗത്തെ റോഡ് അവഗണിക്കപ്പെടുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മഴക്കാലത്ത് വെള്ളക്കെട്ടും ചെളിയും രൂക്ഷമാകുന്നതോടെ യാത്ര കൂടുതൽ ദുഷ്കരമാകുന്നുവെന്നും അടിയന്തരമായി റോഡ് നവീകരണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. കുടിശ്ശിക തുകയുടെ പ്രശ്നം എത്രയും വേഗം പരിഹരിച്ച് നഗരസഭയും റെയിൽവേയും സംയുക്തമായി നടപടി സ്വീകരിച്ച പള്ളത്ത് ഭാഗത്തെ റോഡ് നവീകരണം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.